നമസ്കാരം. ഹണി റോസ് സ്വയം മാർക്കറ്റ് ചെയ്തുവെന്നും തന്റെ വിപണന സാധ്യത പ്രയോജനപ്പെടുത്തിയെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ ആരോപണം. ഹണിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്തതിൽ ധാർമ്മികമായി യാതൊരു തെറ്റുമില്ല. ഫറ, ഷിബില ഉൾപ്പെടെയുള്ള നടിമാർ തന്നെ ഹണി റോസിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ടെന്നും രാഹുൽ ചർച്ചയ്ക്കിടയിൽ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഈശ്വറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു സ്ത്രീയോടും മോശമായി പെരുമാറുന്നതിനെ ന്യായീകരിക്കുന്നില്ല. ലൈംഗിക ചുവയോടെ പരാമർശം നടത്തുന്നത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം തെറ്റാണ്. എന്നാൽ ഇതോടൊപ്പം ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് നടി ഫറ ഷിബിലയുടേതാണ്. ആൺനോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്നാണ് ഫറ ഷിബില പറയുന്നത്. കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ നിലപാട് വ്യക്തമാക്കുക. അവർ ഒരു സ്ത്രീയാണ്, അഭിനേത്രിയാണ്, കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഹണി റോസ് വരുന്ന അതേ മേഖലയിൽ നിന്നുള്ള ഒരാളാണ്. വളരെ വൾഗറായ ആംഗിളിൽ തന്റെ തന്നെ വീഡിയോ റീഷെയർ ചെയ്യുക വഴി എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നത് എന്ന് ഫറ ഷിബില ചോദിക്കുന്നുണ്ട്. ബോച്ചയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും മിതത്വമില്ലെന്ന് പറയുന്നത് പോലെ പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണം വൾഗറാണെന്ന വിമർശനത്തെ എന്തിനാണ് നാം പേടിയോടെ കാണുന്നത്? എന്തിനാണ് അതിനെ അസഹിഷ്ണുതയോടെ കാണുന്നത്? കേരളത്തിലെ ആർക്കെങ്കിലും ഒരിക്കലെങ്കിലും അത് തോന്നാതിരുന്നിട്ടുണ്ടോ? അവരുടെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ധാർമ്മികമായി തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാകില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ബോച്ചയെ പിടിച്ച് കല്ലെറിഞ്ഞ് സ്ത്രീപക്ഷവാദിയായി ചമയാനും ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് പറയാനുമല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ രാഹുൽ ഈശ്വറിന് മറുപടിയുമായി മാലാ പാർവതി രംഗത്തെത്തി. പൊതുവേദിയിൽ വെച്ച് കുന്തി ദേവിയെ പോലെയുണ്ടെന്ന പരാമർശം രാഹുൽ നടത്തുമോ എന്നായിരുന്നു മാലാ പാർവതിയുടെ ചോദ്യം. ബോച്ച എന്ന് പറയുന്ന ആള് മോറലി ശരിയാണെന്നാണ് രാഹുൽ പറയുന്നത്. കാരണം ഹണി റോസ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യവും ധാർമ്മികമായി തെറ്റല്ല എന്നാണ് പറയുന്നത്. മാലാ പാർവതി മറുപടി നൽകി. എന്നാൽ ഇതിനും രാഹുൽ ഈശ്വർ മറുപടി നൽകുകയുണ്ടായി. ഹണി റോസ് പലപ്പോഴും സ്വയം മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. അവർ ഇതിന്റെ വിപണന സാധ്യത ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എന്ന് പറയുന്നതിനോട് അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. അവരുടെ ഉദ്ഘാടനങ്ങളിൽ അവരുടെ വസ്ത്രധാരണം മനോഹരമായി മാർക്കറ്റ് ചെയ്ത വ്യക്തിയാണ് രാഹുൽ ഈശ്വർ ആരോപിച്ചു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.